നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, കാറൊന്നു പോരാ 40 എണ്ണം വേണം. നമസ്കാരം. പിണറായി വിജയൻ അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതിലപ്പുറത്തേക്ക് അധികാരം ഉപയോഗിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെ CPM എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ BJPയിൽ എങ്ങനെ എത്തിക്കണം എന്നുള്ള കൃത്യമായ അജണ്ടയുമായിട്ടാണ് പിണറായി വിജയൻ ജീവിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ കേരളത്തിലെ CPM അണികൾ ഒന്നൊന്നര അടി കൊടുത്തപ്പോൾ, അതായത് ഈ ഭരണം ഇനി പിണറായി വിജയൻ ഭരിക്കണ്ട, പിണറായി വിജയൻ കാരണമാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി തകർന്ന് തരിപ്പണമായത്, പിണറായി വിജയൻ എന്ന് പറയുന്ന അധോലോക മാഫിയ കിങ് ആണ്, അദ്ദേഹം നടത്തിയുള്ള തട്ടിപ്പുകൾ, അഴിമതികൾ, അതേപോലെ സ്വജനപക്ഷപാതകരമായ കാര്യങ്ങൾ, അതേപോലെ സുഖലോലുപമായ ജീവിതം, ആഡംബര ജീവിതം, ഇതൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചത് നല്ലതല്ല. മാർക്സിസ്റ്റ് പാർട്ടിയെ കുഴിയിലാക്കിയത് പിണറായി വിജയനാണ്. അങ്ങനെ ഒരു ആളിനി ഭരിക്കണ്ട, അദ്ദേഹത്തിന് ഇനി തുടർന്ന് 3ാം ഭരണം വേണ്ട എന്ന് നിശ്ചയിച്ച ആരാണ്? CPM അണികളാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ CPM അണികളാണ് ഏറ്റവും അധികം UDF അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ കണ്ടാലും മനസ്സിലാവും. കണ്ണൂർ ജില്ലയിൽ ഓരോ മണ്ഡലത്തിലും CPM നഷ്ടപ്പെട്ട വോട്ടുകൾ. പയ്യന്നൂരിൽ 32,000 വോട്ടാണ് നഷ്ടപ്പെട്ടത്. തൃക്കരിപ്പൂർ 23,000 വോട്ടാണ് നഷ്ടപ്പെട്ടത്. അതേപോലെ പയ്യന്നൂരിൽ തളിപ്പറമ്പിൽ 24,000 വോട്ടാണ് നഷ്ടപ്പെട്ടത്. അതേപോലെ 50,000 46,000 വോട്ടാണ് മട്ടന്നൂരിൽ CPM നഷ്ടപ്പെട്ടത്. അതായത് കഴിഞ്ഞ തവണ 60,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. 50,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള ഇവിടെ ധർമ്മടത്ത് പിണറായി വിജയന് നഷ്ടപ്പെട്ടത് എത്രയാണ്? 30,000 വോട്ടാണ്. തലശ്ശേരിയിൽ 40,000 വോട്ടുണ്ടായത് ഇപ്രാവശ്യം 20,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ഓരോ സ്ഥലത്തും 25,000, 30,000, 40,000 ഒക്കെ വോട്ടുകൾ CPM നഷ്ടപ്പെട്ടു. അത് ഏറ്റവും നഷ്ടപ്പെട്ടത് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിലെ സമാനതകളില്ലാതെ CPM ശക്തി കേന്ദ്രങ്ങൾ തകർന്നടിഞ്ഞു. ഇതേപോലെയാണ് കൊല്ലം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ ഇതേപോലെ ഉള്ള അനുഭവമാണ്. കാരണം അവിടെ CPM വോട്ടല്ലാതെ വേറെ വോട്ടാണ് പറയാനുള്ളത്. അപ്പം CPM അണികൾ ഒറ്റക്കെട്ടായി പിണറായി വിജയൻ ഭരണത്തിൽ വരണ്ട, ഇനി പിണറായി വിജയൻ വന്നാൽ ഈ പാർട്ടി ഇല്ലാതാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. എന്നാൽ ഞാൻ നേരത്തെ എഴുതിയൊരു പാട്ടുണ്ട്, അതിന്റെ വരികളാണ് മുന്നിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. നടക്കാനും വയ്യ, കുനിയാനും വയ്യ എനിക്ക്, എന്നാലും എനിക്ക് അധികാരം വേണം, എങ്ങനെ പോയാലും എനിക്ക് അധികാരം വേണം എന്ന് പറയുന്നൊരു കാര്യം. ആ പാട്ടൊന്ന് പൂർണ്ണമായി കേട്ടുകൊണ്ട് ബാക്കി പറയാം. നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, കാറൊന്നു പോരാ 40 എണ്ണം വേണം. നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, കാറൊന്നു പോരാ 40 എണ്ണം വേണം. ലിഫ്റ്റ് വേണം, ലിഫ്റ്റൻ വീട്ടിലും ബസ്സിലും, കാലൊന്നു പൊക്കി വെക്കാൻ 6 ആള് വേണം. നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, ഭരിക്കാതിരിക്കാൻ വയ്യെനിക്ക് വയ്യ. മരുമോനില്ലാതെ എനിക്കെന്തു ഭരണം, മാസപ്പടി മോളില്ലാതെ എനിക്കെന്തു ലാഭം. മരുമോനില്ലാതെ എനിക്കെന്തു ഭരണം, മാസപ്പടി മോളില്ലാതെ എനിക്കെന്തു ലാഭം. ും വയ്യ വയ്യ, ഇറങ്ങാനും വയ്യ വയ്യ, റിയാസും ഗണേശനും ഭായി ഭായിയല്ലേ. ഉപ്പാനും വയ്യ വയ്യ, ഇറങ്ങാനും വയ്യ വയ്യ, റിയാസും ഗണേശനും ഭായി ഭായിയല്ലേ. നടക്കാൻ വയ്യെനിക്ക്, കുനിയാൻ വയ്യെനിക്ക്, ഭരിക്കാതിരിക്കാൻ വയ്യെനിക്ക് വയ്യ. ചത്താലും വിടില്ല ഞാൻ കേരളത്തിൻ ഭരണം, 81 എന്റെ ചെറുപ്രായം. ചത്താലും വിടില്ല ഞാൻ കേരളത്തിൻ ഭരണം, 81 എന്റെ ചെറുപ്രായം.
75 കണ്ടോരപ്പൂപ്പന്മാരെ വീട്ടിലിരി ഐസകേ മിണ്ടതിരി ബാല. 75 കണ്ടോരപ്പൂപ്പന്മാരെ വീട്ടിലിരി ഐസകേ മിണ്ടതിരി ബാല. ചത്താലും വീടില്ല ഞാൻ കേരളത്തിൻ ഭരണം. 81 എന്റെ ചെറുപ്രായം. ബൂർഷ്വാസി തൂലയട്ടെ അദാനിക്ക് ജയ് ജയ്. യൂസാഫലിക്ക് എവിടെയും ഉലുവമാളാകാം. ബൂർഷ്വാസി തൂലയട്ടെ അദാനിക്ക് ജയ് ജയ്. യൂസാഫലിക്ക് എവിടെയും ഉലുവമാളാകാം. നടക്കാൻ വയ്യനിക്ക്, കുനിയാൻ വയ്യനിക്ക്, ചത്താലും വിടില്ല ഞാൻ പാതാളവും ഭരിക്കും. നടക്കാൻ വയ്യനിക്ക്, കുനിയാൻ വയ്യനിക്ക്, ചത്താലും വിടില്ല ഞാൻ പാതാളവും ഭരിക്കും. പിടികുഞ്ഞു മുഹമ്മദൻ പ്രിയപ്പെട്ട കോഴി, മുകേഷ് MLA തൊപ്പി വെച്ച കോഴി. പിടികുഞ്ഞു മുഹമ്മദൻ പ്രിയപ്പെട്ട കോഴി, മുകേഷ് MLA തൊപ്പി വെച്ച കോഴി. ശശി പാർട്ടിക്ക് ഒഫീഷ്യൽ കോഴി, ഗണേശനും റിയാസും തമ്മിലൊത്ത കോഴി. ശശി പാർട്ടിക്ക് ഒഫീഷ്യൽ കോഴി, ഗണേശും റിയാസും തമ്മിലൊത്ത കോഴി. പിന്നെ 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 ശശീന്ദ്രൻ വെറും ഒരു മന്ത്രിപ്പണിക്കോഴി. ശശീന്ദ്രൻ വെറും ഒരു മന്ത്രിപ്പണിക്കോഴി. നടക്കാൻ വയ്യനിക്ക്, കുനിയാൻ വയ്യനിക്ക്, ചത്താലും വീടില്ല ഞാൻ പാതാളവും ഭരിക്കും. നടക്കാൻ വയ്യനിക്ക്, കുനിയാൻ വയ്യനിക്ക്, ചത്താലും വീടില്ല ഞാൻ പാതാളവും ഭരിക്കും. കേട്ടല്ലോ, അതായത് പിണറായി വിജയന് അധികാരം വേണം, അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. 1970 മുതൽ MLA ആയി തുടങ്ങിയതാണ് പിണറായി വിജയന്റെ ജീവിതം. അവിടെ നിന്ന് ഇങ്ങോട്ട് പിണറായി വിജയൻ അധികാരമില്ലാതെ ജീവിച്ചിട്ടില്ല. പിന്നീട് 1998 മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് തുല്യമാണ്. മുഖ്യമന്ത്രി പവർഫുൾ ആണ്. 1996 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ EK നായനാരല്ല ഭരിച്ചത്. പിണറായി വിജയനും പി ശശി കൂടിയാണ്. പിന്നീട് നമുക്കറിയാം 2006 ഭരണത്തിൽ VS അച്യുതാനന്ദനെ ശ്വാസം മുട്ടിച്ചിട്ടാണ് ഭരിച്ചിട്ടുള്ളത്. അന്നും പിണറായി വിജയൻ തന്നെയാണ് ഭരിച്ചിട്ടുള്ളത്. പിന്നീട് നമുക്കറിയാം 2016 മുതൽ 2026 വരെയുള്ള ഭരണം പിണറായി വിജയൻ്റെതായിരുന്നു. അതോടുകൂടി പിണറായി വിജയൻ 41 വണ്ടി പോലീസിന്റെ സഹായത്തോടെ, ആംബുലൻസിന്റെ സഹായത്തോടെ, ഫയർ സർവീസിന്റെ സഹായത്തോടെ ഏകാധിപതിയായിട്ടുള്ള സുഖലോലമായ ജീവിതമായിരുന്നു. തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും അതേപോലെ സ്വജനപക്ഷപാതവും അഴിമതിയും മാത്രം നടത്തുന്ന, എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്ത ഒരു നേതാവായി മാറി. മുതലാളിമാരുമായിട്ടുള്ള ചങ്ങാത്തം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ഗൾഫിലെ വിദേശത്തെ വൻ പ്രവാസി മലയാളികളുടെ വലിയ പ്രോജക്റ്റുകളിലാണ് പിണറായി വിജയന്റെ നിക്ഷേപങ്ങളുള്ളത് എന്ന് അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത് മാത്രമല്ല, എൻ്റെ കൈവശം 10,000 കോടി രൂപയുടെ അദ്ദേഹത്തിന്റെ നിക്ഷേപത്തിന്റെ രേഖകളാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നത്. ഇതുപോലെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപങ്ങൾ വിദേശത്ത് പിണറായി വിജയൻ നോക്കുന്നത് ആരാ? മകനാണ്, മറുഭാഗത്ത് മകളാണ്. മകളെ പരസ്യമായി കക്കാനാണ് കേരളത്തിൽ നമ്മുടെ കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് 1,75,00,000 രൂപ റിക്കാർഡിക്കലി അക്കൗണ്ടിലേക്ക് വന്ന കാര്യമാണ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയെ മൊത്തവും മുച്ചോടെ നശിപ്പിച്ച പിണറായി വിജയന് വീണ്ടും പ്രതിപക്ഷ സ്ഥാനം വേണം എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ വഴികളും ഇതാവുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ പോയിരിക്കുകയാണ്. പോളിറ്റ് ബ്യൂറോ മീറ്റിംഗിൽ എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള നിലയിലാണ്. അവിടെയാണെങ്കിൽ കൃത്യമായിട്ട് നേരത്തെ നമ്മുടെ MABB പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ MABBയെ പല കാര്യങ്ങളിലും അദ്ദേഹത്തെ ഞാൻ വിസ്തരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹവുമായിട്ടുള്ള കേസിൽ ഞാൻ വിജയിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശരിയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം, നിങ്ങൾക്ക് തുറന്ന് പറയാം എന്ന് പറയുന്നൊരു കാര്യം മാർക്സിസ്റ്റ് പാർട്ടിയിലെ പുനർചിന്തനത്തിനും പാർട്ടിയെ രണ്ടാമത് ഡെവലപ്പ് ചെയ്യാനും വേണ്ടി ഏറ്റവും നല്ല ശക്തമായുള്ള തീരുമാനം തന്നെയാണ്.
അത് താഴെ തട്ടിലുള്ള ഓരോ മെമ്പർക്കും കൃത്യമായി എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി പരാജയപ്പെടാൻ കാരണം, പിണറായിയാണ് കള്ളനെങ്കിൽ പിണറായി കള്ളനാണെന്ന് പറയാനുള്ള തൻ്റെ ഇടമാണ് MABB കൊടുത്തിരിക്കുന്നത്. ആ തൻ്റെ ഇടത്തിലൂടെ തുറന്നു പറച്ചിലൂടെ പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്നും രണ്ടാമത് കെട്ടിപ്പടുത്ത് നല്ലൊരു സംഘടനയായി പിണറായി വിജയനെപ്പോലുള്ള സകല പുഴുക്കൂത്തുകളെയും ഒഴിവാക്കി നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹം കരുതുന്നതെങ്കിൽ നമുക്കത് സത്യമെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ പാർട്ടി വീണ്ടും വളരും. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് പ്രതിപക്ഷ സ്ഥാനം പോയിട്ട് ഒരു സ്ഥാനവും കൊടുക്കാതെ മാറ്റി നിർത്തണം. എന്നിട്ട് അദ്ദേഹം ചെയ്ത തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ച് ജയിലിൽ അടക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ വീണ്ടും പിണറായി വിജയൻ ഡൽഹിയിൽ പോയി എങ്ങനെയായിരിക്കും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, പാലക്കാട് അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന കൗൺസിലറെ പിടിച്ച് സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് അവിടെയുള്ള പാർട്ടി മെമ്പർമാരടക്കം 24 പേർ രാജിവെച്ചിരിക്കുന്നു. വിപുലമായ കൺവെൻഷനാണ് പാലക്കാട് നടക്കാൻ വേണ്ടി. ഇത് കേരളത്തിലെ ഒരു തുടക്കം മാത്രമാണ്. കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പൊട്ടിത്തെറി പാലക്കാടും തുടങ്ങി. അത് ചെറിയൊരു പൊട്ടിത്തെറിയല്ല, അത് പടർന്ന് പന്തലിക്കും. അല്ല എങ്കിൽ പിണറായി വിജയനെ പോലുള്ള പുഴുക്കുത്തുകളെ, കള്ളന്മാരെ പാർട്ടിയിൽ നിന്ന് അടിച്ചോടിച്ച് ഈ പാർട്ടിയെ ശക്തമാക്കി തിരിച്ചു കൊണ്ടുവരണം. പിണറായി വിജയന്റെ ലക്ഷ്യം എന്താണ്? പിണറായി വിജയന്റെ ലക്ഷ്യം കൃത്യമാണ്. നരേന്ദ്രമോദി അതേപോലെ അമിത്ഷായുടെ മുന്നിൽ കാൽക്കൽ വീണ് കാല് നക്കുന്ന പണിയാണ് പിണറായി വിജയനുള്ള. അല്ലെങ്കിൽ പല കേസുകളിലും അകത്താവും. ഇപ്പൊ പ്രതിപക്ഷത്ത് വേണമെന്ന് പറയുന്നതിന് കാരണം ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയെ മൊത്തത്തിൽ BJP ലയിപ്പിക്കണം. ഇവിടെ BJP വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് പിണറായി വിജയൻ. ഇത്രയും കാലം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിലായിരുന്നു പിണറായി വിജയന് BJP എന്നുള്ള സംരക്ഷണം ഉണ്ടായിരുന്നത്. എന്നാൽ അതില്ലാതായി. ചരിത്രത്തിൽ ഇന്നേ വരില്ലാത്ത വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പിണറായി വിജയന് പ്രതിപക്ഷ സ്ഥാനം എങ്ങനെ നേടിയെടുത്ത് ഈ പാർട്ടിയെ മൊത്തത്തിൽ BJP ലയിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ധാരണ പിണറായി വിജയനും നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോവാതെ ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി എങ്ങനെയെങ്കിലും പ്രതിപക്ഷ സ്ഥാനത്ത് കയറിക്കൊടാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമാണ് അറിയുന്നത്. ഇതിനെതിരെ നമ്മുടെ ബിനോയ് വിശ്വം എത്ര തന്നെ ചാടി പുറപ്പെട്ടാലും ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കുന്നില്ല. കാരണം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമാന്നൊരു അക്ഷരം വേണ്ടാത്ത ഒരാളാണ് ബിനോയ് വിശ്വം. നമുക്കറിയാം ഈ പറയുന്ന സമരം, ഇത് ആശാവർക്കന്മാരുടെ സമരത്തിൽ മിനി പറഞ്ഞൊരു വാചകമുണ്ട്. ബിനോയ് വിശ്വത്തിന്റെ പോയി കണ്ടിട്ട് ഒരു 100 രൂപ കൂട്ടിത്തരുമോ, എന്നാൽ ഞങ്ങൾ സമരം നിർത്താം, പിന്നീട് ഘട്ടം ഘട്ടമായി തീർത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോലും ആരും അംഗീകരിക്കാത്ത ധാർഷ്ട്യമുള്ള നേതാവായി ബിനോയ് വിശ്വം എന്ന് മാറിയിരുന്നു എന്ന് പറയുന്ന വെളിപ്പെടുത്തൽ ഞെട്ടലുണ്ടാക്കുന്നതാണ്. അദ്ദേഹത്തോടുള്ള എല്ലാ മതിപ്പും ബഹുമാനവും പൂർണ്ണമായി നശിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും പാർട്ടി നാശത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ MABB പറഞ്ഞ വാചകമാണ് കറക്റ്റ്. അടിത്തട്ട് മുതൽ ജനങ്ങൾക്ക്, പാർട്ടി മെമ്പർമാർക്ക് തുറന്ന് സംസാരിക്കാം. ഈ പാർട്ടി നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് പ്രതിപക്ഷ സ്ഥാനം കൊടുത്താൽ അതിന്റെ അർത്ഥം പിണറായി ഈ പാർട്ടി വീണ്ടും നശിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ പാർട്ടിയെ മൊത്തത്തിൽ പിണറായി കൊണ്ടുപോയി എവിടെ ലയിപ്പിക്കും? BJP ലയിപ്പിക്കും. അതോടുകൂടി കേരളത്തിലും ബംഗാളിനെ പോലെ ത്രിപുരയെ പോലെ പാർട്ടി നാമാവശേഷമാകും. നന്ദി, നമസ്കാരം.